السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. വളരെ മഹത്വമേറിയതും അത്ഭുതങ്ങൾ നിറഞ്ഞതുമായ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു ഇസ്മ അതാണിന്ന് പറയുന്നത്. ഇത് നാം ദിവസവും പാരായണം ചെയ്യുന്നവരാണ്. പക്ഷേ പലർക്കും അതിൻ്റെ മഹത്വം അറിയില്ല. അത്രയും മഹത്വവും അത്ഭുതങ്ങളും നിറഞ്ഞ വളരെ പവറുള്ള ഒരു ഇസ്മ നമുക്ക് ദിവസവും ഓതാറുണ്ട്, എല്ലാവർക്കും അറിയുന്നതുമാണ്. അത് പ്രത്യേക സമയത്തും പ്രത്യേക രീതികളിലുമൊക്കെ ചൊല്ലിയാൽ അതിന് വലിയ ഫലമാണ്. ഇതിൻ്റെ ചില മഹത്വങ്ങൾ നമുക്ക് നോക്കാം. പറയുന്നത് ബിസ്മിയെ പറ്റിയാണ്. നമുക്കറിയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, വഹയുമായി എൻ്റെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നാൽ ആദ്യം ചൊല്ലാറ് ബിസ്മിയാണ്. ഒരിക്കൽ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ബിസ്മിയെപ്പറ്റി ഒന്ന് പറയണം എന്ന് മഹാനവറുകൾ ചോദിച്ചപ്പോൾ, എന്താണ് ബിസ്മി എന്ന് ചോദിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒന്നാണ്. ബിസ്മിക്കും ഇസ്മുൽ ആദമിനും ഇടയിൽ കണ്ണിൻ്റെ കറുപ്പും വെള്ളയും തമ്മിലുള്ള അകലമേ ഉള്ളൂ. അതായത് അത്രേ അതിനുള്ള വ്യത്യാസമുള്ളൂ. അത് ചേർന്ന് കിടക്കുന്ന ഒരു സംഭവമാണ്. അതായത് ചൊല്ലേണ്ടതുപോലെ ബിസ്മി ചൊല്ലിയാൽ അതിന് ഉത്തരം വളരെ ഉറപ്പാണ്. എന്താണോ നമുക്ക് വേണ്ടത്, ഏത് ഖൈറായ കാര്യത്തിനും ബിസ്മി ചൊല്ലി ദുആ ചെയ്താൽ അതിന് ഉത്തരം ഉറപ്പാണ്. അത്രയും ഫലമാണ്. അത് നമ്മൾ എങ്ങനെ ചൊല്ലുന്നുവോ അങ്ങനെയിരിക്കും. എത്ര വിശ്വാസം കൂടുന്നുവോ അത്രയും അതിന് ഫലം കൂടിക്കൊണ്ടിരിക്കും. മഹാന്മാരായ ഔലിയാക്കളൊക്കെ അത് ചൊല്ലിയാൽ വളരെ ഫലമാണ്. വലിയ വലിയ മഹാന്മാരൊക്കെ രഹസ്യമായി ഉപയോഗിക്കുന്ന ഒരു നാമമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം എത്രയുണ്ടോ അത്രയും ഫലം കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. മറ്റൊരു സന്ദർഭത്തിൽ കാണാം, ബിസ്മി അവതരിപ്പിച്ചപ്പോൾ അർശ് കുലുങ്ങി, ബിസ്മിയോടൊപ്പം 1000 മലക്കുകളും ഇറങ്ങി. മലക്കുകളുടെ ഈമാന് മാറ്റുകൂടി. ജിന്നുകൾ മുഖം കുത്തി വീണു. പ്രപഞ്ച ഗോളങ്ങൾ പ്രകമ്പനം കൊണ്ടു. അതിൻ്റെ ഗാംഭീര്യത്തിന് മുന്നിൽ മലക്കുകൾ വിനയാന്വിതരായി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബിസ്മി അവതരിപ്പിച്ചപ്പോൾ മലക്കുകൾ തസ്ബീഹ് ചൊല്ലുന്നത് മക്കക്കാരും അവിടെയുള്ളവരൊക്കെ കേട്ടു. അവർ പറഞ്ഞു, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലകൾക്കും സിഹ്ർ ചെയ്തിരിക്കുന്നു. അപ്പോൾ അള്ളാഹു ഒരു പുകപടലം സൃഷ്ടിച്ചു. മക്കക്കാർക്ക് മീതെ അതൊരു മൂടൽ ഉണ്ടാക്കി തീർത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, വല്ലവനും യഖീനോടെ ബിസ്മി ചൊല്ലിയാൽ അയാളുടെ കൂടെ മലക്കുകൾ തസ്ബീഹ് ചൊല്ലും. പക്ഷേ അവനത് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയും കാണാം, മലക്കുകളും കല്ലുകളും തസ്ബീഹ് ചൊല്ലുന്നു, പക്ഷേ മനുഷ്യരത് കേൾക്കുന്നില്ലെന്ന് മാത്രം. മറ്റൊരു റിപ്പോർട്ടിൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നീ എന്തൊരു വിഷമത്തിലകപ്പെട്ടാലും ബിസ്മിയും ലാ ഹൗലയും ചൊല്ലുക, രക്ഷപ്പെടും. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ചേർത്ത് ചൊല്ലുക. പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ്. ആരാണ്? ഞാൻ മദീനയിലെ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള വാതിലാണ് അലി റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുകഴ്ത്തി പറഞ്ഞ വലിയ മഹാനാണ് അലി റളിയല്ലാഹു അൻഹു. അത്രയും പവറുള്ള ആളാണ്. അപ്പോൾ ബിസ്മിയെ കൊണ്ട് ഇങ്ങനെ ധാരാളം മഹത്വങ്ങളുണ്ട്. അപ്പോൾ ബിസ്മിയെ കൊണ്ട് ഒരു വലിയ ഒരു അമലാണ് പറയുന്നത്. ചെയ്യേണ്ടത് സൂര്യോദയ സമയത്താണ്. സൂര്യൻ ഉദിക്കുന്ന ഏകദേശ സമയത്ത്, ഈ സമയം അതിന് വേണ്ട സമയത്ത് ചെയ്യുക. 600 തവണ ബിസ്മി ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 600 തവണ. അതിനുശേഷം ഏതെങ്കിലും ഒരു സ്വലാത്ത് 300 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മനസ്സറിഞ്ഞ് ചൊല്ലുക. ഇത് നമ്മൾ പതിവാക്കി വന്നാൽ അയാളുടെ ധനവും സമ്പത്തും വർദ്ധിച്ചു വരുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഇത് ദിവസവും ചെയ്താൽ, യഖീനോടെ ചെയ്താൽ, വിശ്വാസത്തോടെ ചെയ്താൽ വലിയ ഫലമായിരിക്കും, ഉറപ്പാണ്. ബിസ്മിയെ കൊണ്ട് ചെയ്ത ഒരു കാര്യവും പാഴാവുകയില്ല. പറഞ്ഞത് ഞാനല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പം 600 തവണ ബിസ്മി ചൊല്ലുക, 300 തവണ സ്വലാത്തും ചൊല്ലുക. വലിയ ഐശ്വര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദിവസേന നിങ്ങൾ വിടാതെ ചൊല്ലിയാൽ അതിൻ്റെ പവർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.